സൂപ്പർ സൺഡേയിലേക്ക് സ്വാഗതം. സൺഡേ സോമിലേക്ക് സ്വാഗതം. വളരെ മനോഹരമായിട്ട് ഇന്ന് ആഷിഖ് സാറ് നമ്മുടെ സൺഡേ സോമിന്റെ പ്രസക്തിയെ കുറിച്ചിട്ട് സംസാരിച്ചു. ഇന്ന് അദ്ദേഹത്തിന് ഒരു യാത്രയിലാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സൂം പ്രോഗ്രാമുകളുടെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ആഷിഖ് സാർ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ സൂമിനെ എല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാ സമയത്തും എല്ലാ പ്രോഗ്രാമുകളും സൂമുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ ആഷിഖ് സാറാണ്. അദ്ദേഹം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ മേഡം ഗുഡ് ഈവനിങ്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ MC-യും തിരക്കുണ്ടായിട്ട് പോലും അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. നമ്മുടെ സൺഡേ സൂമിന്റെ പ്രത്യേകത നമുക്കറിയാം. സുഫിറ മേഡം ഗുഡ് ഈവനിങ്. സൺഡേ സൂമിന്റെ പ്രത്യേകത നമുക്കറിയാം. സൺഡേ സൂമിൽ നമ്മുടെ മണിരായ കമ്പനിയുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള വിവരണമാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്വാതി മേഡം കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ പ്രോഡക്റ്റുകളെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച്, അതിന്റെ ആവശ്യകതയെ കുറിച്ച് മോൻസാറെ ഗുഡ് ഈവനിങ് ഒക്കെ തന്നെ മാഡം പറയുണ്ടായി. അങ്ങനെ നമുക്ക് ഓരോ ആഴ്ചകളിലും മണിരായ കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വൈശിഷ്ട്യത്തെ കുറിച്ച്, അതിന്റെ ആവശ്യകതയെ കുറിച്ച്, പിന്നെ അതിന്റെ സാധ്യതകളെ കുറിച്ചിട്ടും ഒക്കെ തന്നെ നീഡ് ആൻഡ് നെസസറി ഒക്കെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആഷിഖ് സാർ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി രാധിക മേഡം ഗുഡ് ഈവനിങ്, ശ്രദ്ധയോട് കൂടിയിട്ട് ഈ പ്രോഗ്രാമിനെ, ഗീത മേഡം ഗുഡ് ഈവനിങ്, ഈ പ്രോഗ്രാമിനെ നിങ്ങൾ കാണുക, മനസ്സിലാക്കുക. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തന്നെ പ്രോഗ്രാം വീക്ഷിക്കണം. നമുക്ക് സമയം കുറച്ചേ ഉള്ളൂ. എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് സ്വദേശം. നമ്മുടെ ഈ പ്രോഗ്രാമിൽ കുറെ പുതിയ ആളുകൾ കയറിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണയാണ് സ്വദേശം. ജംഷീദ് സാറെ ഗുഡ് ഈവനിങ്. പെരിന്തൽമണ്ണയാണ് സ്വദേശം. ഞാൻ മണിരായ എന്ന് പറയുന്ന ഈ കമ്പനിയുമായിട്ട് 3 മാസം ആയിട്ട് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനു മുമ്പ് 3.5 വർഷക്കാലം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ മാർക്കറ്റിംഗ് തന്നെയായിരുന്നു. അതിനു മുമ്പ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. 10 വർഷക്കാലം ഫാർമസ്യൂട്ടിക്കൽ സെഗ്മെന്റിലും അതിനുശേഷം ഒരു 14 വർഷക്കാലം ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് എപ്പോഴും താല്പര്യമുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിസിബിൾ അസറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംശയവും നമുക്ക് ഇല്ലാതെ പറയാൻ കഴിയുന്ന ഒരു കാര്യം സ്വന്തം ആരോഗ്യം ആണ് എന്നുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്കൊരു മനുഷ്യന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ, ആരോഗ്യം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത, വിലമതിക്കാനാവാത്ത, മൂല്യം നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു വസ്തുവാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഒരു ചെറിയ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ആ ജീവിതത്തിലെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ഒരു മനുഷ്യൻ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു അനാരോഗ്യം വന്നാൽ, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒന്ന് എണീറ്റ് നടക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥത്തില് സ്വന്തം ആരോഗ്യത്തിന്റെ പ്രസക്തിയെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട്, അങ്ങനെ കണ്ണുള്ളപ്പോഴേ, കണ്ണ് ഇല്ലാതാകുമ്പോഴേ കണ്ണിന്റെ വില അറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ നമ്മൾ നിലനിർത്തുന്നത് ഓരോ വ്യക്തിയുടെയും യുക്തിയാണ്, ഓരോ വ്യക്തിയുടെയും അറിവാണ്, പരിജ്ഞാനമാണ്, അതിനോടുള്ള ആവേശമാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മണിരായ എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനി നമുക്ക് ഹെൽത്ത് എന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു തരുന്നു. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നു. ഉൽപ്പന്നങ്ങളെ, അതിന് നിദാനമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നു. അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യകരമായി ജീവിക്കാൻ അത് സഹായിക്കുന്നു. മാത്രമല്ല, നമ്മുടെ കമ്പനി നമുക്ക് ഏതൊരു മനുഷ്യനും അവരുടെ ജീവിതത്തിലെ സുഖകരമായ ജീവിതത്തിന് ആവശ്യമുള്ള വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും തരുന്നുണ്ട്. ഇങ്ങനെ രണ്ടും കൂടിച്ചേർന്നിട്ടുള്ള മഹനീയമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മണിരായ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ കമ്പനി. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നമ്മൾ സൺഡേ സൂമിൽ സംസാരിക്കുന്നത്. മനസ്സിലാക്കുക, ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ദ നാച്ചുറൽ പാത്ത് ടു വെൽനെസ്.
സൗഖ്യത്തിലേക്കുള്ള പ്രകൃതിദത്തമായ ഒരു വഴി എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ക്യാപ്ഷൻ തന്നെ പറയുന്നത്. അപ്പൊ സൗഖ്യ ജീവിതം എങ്ങനെ സാധ്യമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ലോകത്തിലെ 2 ഇൻഡസ്ട്രികളാണ് പ്രബലമായിട്ട് ഉള്ളത്. 2 ഇൻഡസ്ട്രികൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുമായി ബന്ധപ്പെടുമ്പോൾ 2 ഇൻഡസ്ട്രികൾ ലോകത്തിൽ വളരെ ശക്തമാണ്. അതിൽ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വെൽനെസ് ഇൻഡസ്ട്രിയാണ്. മറ്റൊരു ഇൻഡസ്ട്രി ഇൽനെസ് ഇൻഡസ്ട്രി എന്നും അതിനെ നമ്മൾ സിക്നെസ് ഇൻഡസ്ട്രിയും എന്ന് പറയാറുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിക്നെസ് ഇൻഡസ്ട്രി അഥവാ ഇൽനെസ് ഇൻഡസ്ട്രി ഒരു വ്യക്തിക്ക് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, അനാരോഗ്യം വരുന്ന സമയത്ത് തുടർന്നെടുക്കുന്ന നടപടിക്രമങ്ങളാണ് സിക്നെസ് ഇൻഡസ്ട്രിയിൽ അഥവാ ഇൽനെസ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ഒരു രോഗം വരുന്നു, അസുഖം വരുന്നു, ശരീരത്തിന് ഒരു ഡിസോർഡർ വരുന്നു, ഡിസീസ് വരുന്നു. ഈ സമയത്ത് ആ വ്യക്തി എടുക്കുന്ന കാര്യങ്ങൾ, ഡോക്ടറെ കാണിക്കുന്നു, മരുന്ന് കഴിക്കുന്നു, ചികിത്സ തേടുന്നു, അതുപോലെ തന്നെ ആശുപത്രിവാസം, മരുന്ന്, ഡോക്ടർ, ചികിത്സ, ആംബുലൻസ്, അതല്ലെങ്കിൽ പിന്നെ ലാബോറട്ടറി, സ്കാനിങ് ഇത്യാദി തുടങ്ങുന്ന ഒരു രോഗം വന്നതിന് ശേഷം ഒരു മനുഷ്യൻ എടുക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെയും ആണ് ഇൽനെസ് എന്ന് പറയുന്നത്, സിക്നെസ് എന്ന് പറയുന്നത്. അതൊരു ഇൻഡസ്ട്രി ആയിട്ട് ഇന്ന് ലോകത്തിൽ വളരെ ശക്തമാണ്. അങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സകല സംഭവങ്ങളെയും നമുക്ക് ഈ ഇൻഡസ്ട്രിയുടെ ഭാഗവാക്കാക്കിയിട്ട് മാറ്റാൻ കഴിയും. അതാണ് ഇൽനെസ് ഇൻഡസ്ട്രി അഥവാ സിക്നെസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്നാൽ വെൽനെസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ഇത് പല ആളുകൾക്കും അറിയില്ല, പല ആളുകൾക്കും അറിഞ്ഞു വരുന്നേ ഉള്ളൂ, പല ആളുകൾക്കും കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയം കൂടിയാണ് വെൽനെസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. വെൽനെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം സൗഖ്യം എന്നുള്ളതാണ്, സുഖം എന്നുള്ളതാണ്. വെൽനെസിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്, ആരോഗ്യകരമായ ജീവിതത്തെ നയിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് എങ്ങനെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യ പരിപാലനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ആരോഗ്യത്തെ പരിരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ആരോഗ്യ പരിരക്ഷയ്ക്ക് പ്രകൃതിദത്തമായിട്ടുള്ള എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളെ മുഴുവനും നമുക്ക് വെൽനെസിന്റെ പാർട്ടായിട്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് ലോകത്തിൽ വളർന്നു എന്നുള്ളതാണ് സത്യം. എന്ന് പറഞ്ഞാൽ നമ്മള് ഫിറ്റ്നസ്, നമ്മുടെ ബോഡി ഫിറ്റ്നസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യാറുണ്ട്, അതല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. മെന്റൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കുറെ ആളുകൾ ഡയറ്റ് ഒക്കെ ചെയ്യാറുണ്ട്, ഫുഡിലൊക്കെ ഹെൽത്തി ഫുഡുകളൊക്കെ മാത്രം നോക്കി കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ആരോഗ്യ പരിരക്ഷണത്തിന് വേണ്ടി, ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മുൻകരുതലുകളുണ്ട്. ഈ മുൻകരുതലുകളെ നമുക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് പരിഗണിക്കാം. ഈ ലൈഫ് സ്റ്റൈലാണ് ഈ ഹെൽത്തി ആയിട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഈ ലൈഫ് സ്റ്റൈലിനെയാണ് വെൽനെസ് എന്ന് പറയുന്നത്. അതിനകത്ത് ന്യൂട്രീഷൻ സപ്ലിമെന്റേഷനുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഫിറ്റ്നസ് സംവിധാനങ്ങളുണ്ട്, ഡയറ്റ് കൺട്രോൾ ഉണ്ട്, പിന്നെ മെഡിറ്റേഷൻ പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം വെൽനെസിന്റെ ഭാഗമാണ്. ഇത് ലോകത്തിലൊരു ഇൻഡസ്ട്രി ആയിട്ട് വളർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, വെൽനെസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വ്യവസായത്തിന്റെ ഒരു ഭാഗമായിട്ട് വളർന്നു. കാര്യം കുറെ ആളുകൾക്ക് ആരോഗ്യത്തെ പരിരക്ഷിക്കണം എന്നുള്ള ചിന്താബോധമുണ്ട്, എന്നാൽ കുറെ ആളുകൾക്ക് ആരോഗ്യം എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട്. ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൽ ഉള്ള കാര്യങ്ങളാണ്. പല ആളുകൾ നമ്മളോടൊക്കെ തന്നെ പറയാറുണ്ടല്ലോ, സംസാരത്തിന്റെ ഇടയിലൊക്കെ പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരട്ടെ ആ സമയത്ത് നമുക്ക് നോക്കാം എന്ന് പറയാറുണ്ടല്ലോ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന, രോഗശമനത്തിന് വേണ്ടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇൽനെസ് ഇൻഡസ്ട്രിയാണ്. എന്നാൽ രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ആരോഗ്യത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ്, ആരോഗ്യം പരിരക്ഷിക്കപ്പെടേണ്ട ഒരു സംവിധാനമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി എടുക്കുന്ന പ്രിക്വേഷനുകളെയും മുൻകരുതലുകളെയും ഒക്കെ നമുക്ക് വെൽനെസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ പാർട്ടാകാം. അങ്ങനെ വെൽനെസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് മണിരായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അപ്പൊ ഇവിടെ നമുക്ക് ആരോഗ്യ പരിരക്ഷ ആണ് നമ്മുടെ ഏറ്റവും വലിയൊരു മുഖമുദ്രയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, വെൽനെസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഞാനിങ്ങനെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട്, ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ റിസർച്ചുകളിലും എൻ്റെ പഠനങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആകർഷകമായി തോന്നിയിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് ഹെൻറി വീലർ ഷോ എന്ന് പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ
ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന യൂറോപ്പിലുള്ള ഒരു വ്യക്തിയാണ് ഹെൻറി വീലർ ഷോ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു കൊമേഡിയനും അതേപോലെ തന്നെ ഒരു പ്രഭാഷകനുമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ലോകത്തിൽ അറിയപ്പെടുന്നത് ജോഷ് ബില്ലിങ്സ് എന്നുള്ള തൂലികാനാമത്തിലാണ്. അദ്ദേഹം പറയുന്ന ഒരു ചെറിയൊരു സെന്റൻസ് ഉണ്ട്. ഈ സെന്റൻസ് ഏതൊരു മനുഷ്യനെയും ചിന്തിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണ്. അദ്ദേഹം പറയുന്നത് ഹെൽത്ത് ഈസ് ലൈക്ക് മണി. ആരോഗ്യം എന്ന് പറയുന്നത് പൈസയെ പോലെയാണ്. വി നെവർ ഹാവ് എ ട്രൂ ഐഡിയ ഓഫ് ഇറ്റ്സ് വാല്യൂ അണ്ടിൽ വി ലോസ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വാല്യൂ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് അത് നഷ്ടപ്പെടുമ്പോഴാണെന്നുള്ളതാണ്. പണം അങ്ങനെയാണല്ലോ. പണം നഷ്ടപ്പെടുമ്പോഴാണ് പണത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നത് എന്നത് പോലെയാണ് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് ആരോഗ്യത്തിന്റെ മൂല്യം, അതിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ആരോഗ്യം ഉള്ളൊരു അവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒരു കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിൽ ആരോഗ്യത്തെ പരിരക്ഷിക്കുക എന്നുള്ള ഒരു ചിന്താബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണിത്. പല ആളുകൾക്ക് അതില്ല. ഇന്ന് നല്ല വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, പരിജ്ഞാനമുള്ള, ലോകവിവരമുള്ള പല ആളുകൾക്ക് പോലും ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്ന സമയത്ത് അതിൽ വലിയ വിവരമില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകളാണ്. അവരൊക്കെ ധാരണ എന്തെങ്കിലും രോഗങ്ങൾ വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം എന്നുള്ളതാണ്. അതൊരു പൊട്ട ചിന്താഗതിയാണെന്ന് ഞാൻ എപ്പോഴും പറയും. അങ്ങനെയല്ലേ വേണ്ടത്. നമ്മൾ ആരോഗ്യത്തെ പരീക്ഷിക്കുമ്പോൾ അതിന് കുറച്ച് മുൻകരുതലുകളൊക്കെ എടുക്കണം. അതിന് കുറച്ച് ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. കാര്യം ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സമാധാനം ഇല്ലാതേക്കും, നമ്മുടെ സാമ്പത്തികം ഇല്ലാതേക്കും, നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് പോലും അത് സങ്കീർണതകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വാക്ക് നമ്മളൊന്ന് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. പോൾസൺ പിൽസർ എന്ന് പറയുന്ന ലോകത്തിൽ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മൾട്ടി മില്യണറും എന്റർപ്രണറുമായിട്ടുള്ള ലോകത്തിലെ വെൽനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകം എഴുതിയതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ള വെൽനസ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ രചയിതാവുമായിട്ടുള്ള പോൾസൺ പിൽസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം 2 US പ്രസിഡന്റുമാരുടെ എക്കണോമിക് അഡ്വൈസർ കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രിഡിക്ഷൻ ആണ്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, വെൽനസ് ബിസിനസ് ഈസ് ദ നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന അദ്ദേഹം ഒരു പ്രഡിക്ഷൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽനസ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രി, ഈ ഒരു ബിസിനസ്, അതിന്റെ വളർച്ച, അതിന്റെ ഒരു ഉയർച്ച എന്ന ഗ്രാഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ട്രില്യൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ലക്ഷം കോടിക്കാണ് ട്രില്യൺ എന്ന് പറയുന്നത്. അപ്പോൾ $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ട് ലോകത്തിൽ വളരാൻ പോകുന്ന ഒരു വലിയ വ്യവസായമാണ്, ബിസിനസ്സാണ് വെൽനസ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തിയ ആളുകളിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പോൾസൺ പിൽസർ തന്നെ പറയുമ്പോൾ വെൽനസിന് എത്രത്തോളം ആധികാരികതയും വെൽനസിന് എത്രത്തോളം സ്വീകാര്യതയും ഈ ലോകത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1970-കൾക്ക് ശേഷമാണ് ലോകത്തിൽ വെൽനസ് എന്ന് പറയുന്ന ആശയത്തിന് വേരുറക്കുന്നത്. ഇന്ന് എല്ലാ ലോകരാജ്യങ്ങളിലും വെൽനസ് എന്ന് പറയുന്ന ആശയം വളരെ ശക്തമാണ്. ഇൽനസ് ഇൻഡസ്ട്രിക്കൊപ്പം തന്നെ വെൽനസ് ഇൻഡസ്ട്രിയും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കമ്പനി പോലുള്ള കമ്പനികൾക്ക് വലിയ സാധ്യത ഈ സമൂഹത്തിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. AJ റബ് മത്തേരി എന്ന് പറയുന്ന ഒരു കനേഡിയൻ പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കോട്ടിംഗ് ആണിത്. സോ മെനി പീപ്പിൾ സ്പെൻഡ് ദെയർ ഹെൽത്ത് ഗെയിനിങ് വെൽത്ത് ആൻഡ് ദെൻ ഹാവ് ടു സ്പെൻഡ് ദെയർ വെൽത്ത് ടു റീഗെയിൻ ദെയർ ഹെൽത്ത്. വളരെ എത്ര ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ട ഒരു വാചകമാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് സത്യമാണ് ഈ പറയുന്നത്. നമുക്കിങ്ങനെ ഈ ലോകത്തെ നമ്മളിങ്ങനെ നോക്കി കാണുന്ന സമയത്ത് ഈ ഒരു വാചകത്തിന് എത്രത്തോളം അർത്ഥമുണ്ട്, മൂല്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ആളുകള് നമ്മുടെ ആരോഗ്യം നോക്കാതെ, ആരോഗ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ, ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്ന അജണ്ട പോലും ഇല്ലാതെ പണത്തിന് വേണ്ടിയിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും ഒരു ഘട്ടത്തിൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാക്കിയ പണം മുഴുവനും ആരോഗ്യം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി നഷ്ടപ്പെടുത്തുന്ന ഒരു അപക്വമായിട്ടുള്ള കാര്യം നമ്മുടെ സമൂഹത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഒരു ആരോഗ്യ ബോധമുള്ള, അവബോധമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും, ഏതൊരു സമൂഹത്തിന്റെയും, ഏതൊരു രാജ്യത്തിന്റെയും പൊതുബോധമണ്ഡലത്തിൽ ഉയർന്നു നിൽക്കേണ്ട ഒരു സങ്കല്പമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക.
അതിന് നമ്മുടെ കമ്പനിയും നമ്മുടെ പ്രോഡക്റ്റും ഒരുപാട് സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് മണിരായ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഫാസ്റ്റ് ഗ്രോവിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽ, ഫോക്കസ്ഡ് ഓൺ ഹെൽത്ത് കെയർ, വെൽനസ്, പേഴ്സണൽ കെയർ ആൻഡ് അഗ്രികൾച്ചർ ഇന്നോവേഷൻ. നമ്മുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫർ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻഡിവിജ്വൽസ് ടു ഗ്രോ ആസ് എന്റർപ്രണേഴ്സ്. ഒരു സംരംഭകനാകാനുള്ള അവസരം കൊടുത്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന നൂതനമായ വിപണന രീതിയെ ഉപയോഗപ്പെടുത്തി ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളും ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളും ഹെൽത്ത് കെയർ പ്രോഡക്റ്റുകളും വെൽനസ് സെഗ്മെന്റിലുള്ള ഉൽപ്പന്നങ്ങളും പേഴ്സണൽ കെയർ FMCG പ്രോഡക്റ്റുകളും അഗ്രികൾച്ചർ പ്രോഡക്റ്റുകളും ഒക്കെ തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ് മണിരായ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. കമ്പനി നമുക്ക് രണ്ട് കാര്യങ്ങൾ അഷ്വർ ചെയ്യുന്നു. ഒന്ന് ലീഗാലിറ്റിയും ഒന്ന് ലോയൽറ്റിയും. ലീഗാലിറ്റിയും ലോയൽറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസാധുതയും അതുപോലെ തന്നെ വിശ്വസ്തതയും, ഇത് രണ്ടും ഈ കമ്പനി നമുക്ക് ഉറപ്പ് തരുന്നു. അത് ഈ കഴിഞ്ഞ കാലഘട്ടം, നമ്മുടെ കമ്പനി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള കാലഘട്ടം ഇന്ന് വരെ അതിന്റെ ആ ഒരു വിശ്വസ്തതയും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ 100% അനുവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു മണിരായ മാർക്കറ്റിംഗ് കമ്പനിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു വ്യക്തി അതിന്റെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ ലീഗൽ സർട്ടിഫിക്കേഷനുകളും എല്ലാ സർട്ടിഫിക്കേഷനുകളും നമ്മുടെ കമ്പനി പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 100% ലീഗൽ കമ്പനിയാണ് മണിരായ എന്ന് പറയാൻ കഴിയും. നമ്മുടെ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ MD ആരാണെന്ന് മനസ്സിലാക്കണം. MD നിതിൻ മഞ്ചപ്പ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് മാനേജിംഗ് ഡയറക്ടർ, CMD, അതുപോലെ തന്നെ ഫൗണ്ടർ, എല്ലാം അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് വളരെ വലിയ കാഴ്ചപ്പാടുള്ള ദീർഘവീക്ഷണമുള്ള വ്യക്തിയാണ് നിതിൻ മഞ്ചപ്പ സാർ. രണ്ട് മേഖലകളിൽ അദ്ദേഹത്തിന്റെ പ്രാവീണ്യം അദ്ദേഹം തെളിയിച്ചു. ഈ കുറെ വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം IT മേഖലയിലും അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള കഴിവും അറിവും പരിജ്ഞാനവും രേഖപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് സിഗ്നേച്ചർ ഉള്ള ഒരു വ്യക്തിയാണ് നിതിൻ മഞ്ചപ്പ സാർ. കൃത്യമായിട്ടുള്ള ആസൂത്രണ ബോധത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി ഈ ഒരു പ്രസ്ഥാനത്തിനെ എങ്ങനെ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കാൻ കഴിയും, ലോകത്തിൽ തന്നെ നമ്പർ 1 ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും എന്നുള്ള കൃത്യമായിട്ടുള്ള പഠനവും നിരീക്ഷണവും വൈഭവവുമുള്ള വ്യക്തിയാണ് നിതിൻ മഞ്ചപ്പ സാർ. അദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ CMD. ഒട്ടേറെ വ്യത്യസ്ത ശ്രേണിയിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ, അതുപോലെ തന്നെ വൃക്ഷായുർവേദ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ ഒരുപാട് ഓർഗാനിക് അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ ഒരുപാട് സപ്ലിമെന്റ് പ്രോഡക്റ്റുകൾ ഉണ്ട്. FMCG, പേഴ്സണൽ കെയർ, ഹോം എസൻഷ്യൽ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ ശ്രേണിയിലുള്ള ഒരു മനുഷ്യ ജീവിതത്തിലെ ആവശ്യവും അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളാണ്. ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. കുറെ ആളുകൾക്ക് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള ചെറിയ ധാരണകൾ, അറിവുകളുണ്ട്. ചില ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്. ഒരുപാട് ആളുകൾ ഇത് വാങ്ങിച്ച ആളുകളുണ്ട്, കുറെ ആളുകൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങൾ. അപ്പൊ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ള ഒരു അറിവ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം ജൈവകാന്ത ഉൽപ്പന്നങ്ങൾ എന്നുള്ളതാണ്. ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്, ഭൂമിയുടെ നൈസർഗികമായിട്ടുള്ള ഒരു കഴിവാണ് ഈ ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ബയോമാഗ്നറ്റിസവും നമ്മുടെ ഹ്യൂമൻ ബോഡിയും അത് തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അതിന്റെ ആവശ്യകത, ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. അത് നമ്മൾ അതിന്റെ സയൻസും കാര്യങ്ങളും വേറെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇവിടെ ഹ്രസ്വമായിട്ട് നമ്മൾ പ്രതിപാദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, ഇതൊരു എക്സ്റ്റേണൽ എനർജി സോഴ്സ് ആണ്. ബയോമാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാഹ്യമായി കിട്ടുന്ന ഒരു ശക്തി സ്രോതസ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പൊ ബാഹ്യമായി കിട്ടുന്ന ശക്തി സ്രോതസ്സുകളിൽ ഒന്നാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതൊരു ബാഹ്യ ശക്തി സ്രോതസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സൂര്യപ്രകാശം എന്ന് പറയുന്നത് ഒരു ബാഹ്യ ശക്തി സ്രോതസ്സാണ്, പുറമേ നിന്ന് കിട്ടുന്ന ഒരു എനർജിയാണ്. ഇങ്ങനെ തുടങ്ങുന്ന കുറെ ഘടകങ്ങളുണ്ട്. ഇതിന് മൊത്തത്തിൽ നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയാറുണ്ട്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയാറുണ്ട്.
ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്ന് പറയുന്നതാണ് ഈ പഞ്ചഭൂതങ്ങൾ. ഇതൊരു തത്വത്തിൽ അധിഷ്ഠിതമാണ്. ഈ 5 ഘടകങ്ങളാണ് നമ്മുടെ ജീവനെ ഈ ഭൂമിയിൽ പരിരക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിലനിർത്തുന്നതിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. അത് ഏത് ശാസ്ത്രശാഖ പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഓക്സിജൻ നമ്മുടെ ജീവനെ സ്വാധീനിക്കുന്നു. അത് പ്രാണനാണ്. ഏതൊരു മനുഷ്യനും അറിയാൻ പറ്റും ഓക്സിജൻ ഇല്ലെങ്കിൽ ജീവനെ നിലനിർത്താൻ സാധ്യമല്ല. അപ്പൊ അങ്ങനെ ഒരു ബാഹ്യ ശക്തി സ്രോതസ്സാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അത് പ്രകൃതി നമുക്ക് തരുന്നു. അത് ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെയാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അതൊരു നമ്മുടെ ശരീരത്തിന് എനർജി തരുന്നു, ജീവനെ നിലനിർത്തുന്നു വെള്ളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവജലം എന്ന് പറയാനുള്ള കാരണം അത് നമുക്ക് പ്രകൃതി തരുന്ന ഒരു സോഴ്സ് ആണ്. അപ്പൊ ജീവനെ നിലനിർത്തുന്ന രഹസ്യങ്ങളിലെ രണ്ടാമത്തെ രഹസ്യമായി കഴിഞ്ഞു. മൂന്നാമത്തതാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലേക്ക് പോഷകങ്ങൾ കൊടുക്കണം. സമീകൃതമായ ആഹാരം കഴിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ആരോഗ്യമുണ്ടായത്. ആരോഗ്യത്തിന്റെ ഘടകങ്ങളിൽ, ജീവൻ നിലനിർത്തുന്ന ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പോഷകങ്ങൾ എന്ന് പറയുന്നത്. ആഹാരത്തിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിട്ടുന്നു. അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ ജീവനെ നിലനിർത്താൻ അത് സഹായിക്കുന്നുണ്ട്. മറ്റൊന്നാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. സൂര്യൻ ഒരു എനർജി സോഴ്സ് ആണ്, ഔട്ട്സൈഡ് എനർജി സോഴ്സ് ആണ്. മനുഷ്യൻ എന്നല്ല എല്ലാ ജന്തു ജീവജാലങ്ങളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ തന്നെ നിലനിൽക്കുന്നത് ഈ ഒരു സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഊർജ്ജദാതാവാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. അതും നമ്മുടെ ജീവനെ നിലനിർത്തുന്നു. അപ്രകാരം തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എർത്ത് എന്ന് പറയുന്നത്, അഥവാ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. ഭൂമി എങ്ങനെയാണ് ജീവനെ സ്വാധീനിക്കുന്നത്, ഭൂമി എങ്ങനെയാണ് ജീവനെ നിലനിർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഭൂമിയിൽ മാത്രമേ ജീവൻ ഉള്ളൂ എന്നുള്ളൊരു വസ്തുത നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്തുകൊണ്ട് ഭൂമിയിൽ മാത്രം ജീവൻ എന്ന് ചോദിച്ചാൽ, ജീവനെ, ഏത് ജീവനുകളെയും നിലനിർത്താൻ ആസ്പദമായ ഒരു കഴിവ് ഭൂമിക്കുണ്ട്. അതാണ് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന, ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു എനർജിയുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് എനർജി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിക്ക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വികിരണങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജീവനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഭൂമിയുടെ എർത്ത് മാഗ്നറ്റിസം നമ്മളെ ജീവനെ നിലനിർത്തുന്നു, അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ 5 ഘടകങ്ങളുടെയും കുറവുകൾ, ഏറ്റക്കുറച്ചിലുകൾ, ഇതിൽ വരുന്ന ഡിസ്റ്റർബൻസ് നമ്മുടെ ആരോഗ്യത്തെയും ജീവനെയും ബാധിക്കുന്നുണ്ട്. ഈ 5 ഘടകങ്ങളുടെയും ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവനെയും ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് നേരിട്ട് കിട്ടേണ്ട ഒരു എനർജിയാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇന്നത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കുറവ് വന്നിട്ടുണ്ട്, അഥവാ ശോഷണം സംഭവിച്ചിട്ടുണ്ട്. ഈ കുറവുകളെ പരിഹരിക്കുക എന്നുള്ളതാണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ മനുഷ്യ ശരീരത്തിലേക്ക് കിട്ടുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ ആവശ്യകത നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മനുഷ്യ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന രോഗാവസ്ഥകളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് മോഡേൺ മെഡിക്കൽ സയൻസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഹ്യൂമൻ ബോഡിയിൽ ഡിസോർഡറുകളും ഡിസ്ഫങ്ഷനുകളും ഡിസീസും വരുന്നതിന്റെ മൂല കാരണം, കോസ് റൂട്ട് എന്ന് പറയുന്നത് 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ പറ്റും. 90% സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. അതിലൊന്നാണ് ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ, 2 ലോ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവിൽ, ശരീരത്തിലുള്ള ഓക്സിജന്റെ അളവിൽ വരുന്ന കുറവും, അതുപോലെ തന്നെ സർക്കുലേഷനിൽ വരുന്ന, ബ്ലഡിന്റെ സർക്കുലേഷനിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും അല്ലെങ്കിൽ അതിന്റെ കുറവും നമ്മുടെ ശരീരത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഇത് ഡിസോർഡർ ആയിട്ട് തുടങ്ങും, ഡിസ്ഫങ്ഷനിലേക്ക് പോകും, പിന്നെ ഡിസീസിലേക്ക് പോകും, പിന്നെ ഡെത്തിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ശരീരത്തിലെ സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പറാക്കി നിലനിർത്തുകയും ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്തി നിർത്തുകയും ചെയ്യുമ്പോൾ ആ ശരീരം ആരോഗ്യമുള്ള ശരീരമായിട്ട് മാറുന്നുണ്ട്. ഹ്യൂമൻ ബോഡിയിലെ ആരോഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളാണ് സെൽസ് എന്ന് പറയുന്നത്, അഥവാ കോശങ്ങൾ എന്ന് പറയുന്നത്. സെൽസ് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിലുള്ള കോടാനുകോടി വരുന്ന സെൽസുകൾ കുറച്ച് ഘടകങ്ങൾ ആവശ്യമുണ്ട്. അതിലൊന്നാണ് ഓക്സിജൻ, അതിലൊന്നാണ് ന്യൂട്രീഷൻ,
അതിലൊന്നാണ് വാട്ടർ. പിന്നെ കുറച്ച് ട്രൈസ് എലമെന്റ്സുകൾ, ഹോർമോൺസുകൾ, ഇങ്ങനെ തുടങ്ങുന്ന കുറെ എലമെന്റ്സുകളുണ്ട്, ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ സെൽസുകൾക്ക് എല്ലാ സമയത്തും പ്രോപ്പറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഈ ഘടകങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ശരീരത്തിലെ സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോടാനുകോടി വരുന്ന ജീവകോശങ്ങളിലേക്ക് ഓക്സിജനും അതുപോലെ തന്നെ വെള്ളവും അതുപോലെ തന്നെ ന്യൂട്രീഷനും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന, സപ്ലൈ ചെയ്തു കൊടുക്കുന്ന സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തത്തിന്റെ പര്യന വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ പര്യന വ്യവസ്ഥയ്ക്ക് തകരാറുകൾ സംഭവിക്കുമ്പോൾ, ഡിസ്റ്റർബൻസ് വരുമ്പോൾ, കുറവ് വരുമ്പോൾ സപ്ലൈ മുടങ്ങുകയും സെല്ലുകൾ ഇനാക്റ്റീവ് ആവുകയോ അല്ലെങ്കിൽ സെല്ലുകൾക്ക് ഘടനാപരമായ വ്യതിയാനങ്ങൾ സംഭവിക്കുകയോ ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ സെല്ലുകൾ അതിന്റെ ധർമ്മം ചെയ്യാതെ വരികയും ഈ സെല്ലുകൾ നമുക്ക് ഗുണകരമല്ലാത്ത അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ അവയവങ്ങൾ അതിന്റെ പ്രവർത്തന ക്ഷമത കുറയ്ക്കും, അവയവങ്ങൾക്ക് ഡിസോർഡറുകൾ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ അത് ഡിസ്ഫങ്ഷനിലേക്ക്, ഫങ്ഷൻ ചെയ്യാതെ വരും. ഡിസ്ഫങ്ഷൻ വരുന്ന സമയത്ത് ഡിസീസിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കുകയും ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന സമയത്ത് ശരീരം ഹെൽത്തി ആയിട്ട് മാറുന്നതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, കൃത്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ, ഞാനത് അടിവരയിട്ട് പറയാനുള്ള കാരണം ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് വാങ്ങിച്ചത് കൊണ്ട് കാര്യമില്ല, എങ്ങനെങ്കിലും ഉപയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ, പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അത് അതിന്റെ ഗുണം കാണിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. കാര്യം നമ്മുടെ പ്രോഡക്റ്റുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യും. ഒന്ന് സർക്കുലേഷനെ, സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കാൻ അത് ഹെൽപ്പ് ചെയ്യും 100%. രണ്ട്, ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ വേണ്ടി സഹായിക്കും 100%. ഇത് രണ്ടും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ സെൽസുകൾ ആക്റ്റീവ് ആകുന്നു, ഓർഗാൻസ് ആക്റ്റീവ് ആകുന്നു, സിസ്റ്റംസ് എല്ലാം തന്നെ പ്രോപ്പർ ആകുന്നു. ഒരു ഹെൽത്തി സിറ്റുവേഷനിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടുപോകുവാൻ, റിവേഴ്സിലേക്ക് കൊണ്ടുപോകുവാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണം. ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഒരു മെഡിസിൻ ആക്ട് ചെയ്യുന്നത് പോലെ അല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്ന സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കുകയും ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ശരീരത്തിലെ തന്നെയുള്ള ഹീലിംഗ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാവുകയും അത് കൃത്യമായി ഫംഗ്ഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ബയോമാഗ്നറ്റിക് തെറാപ്പി ഇതൊരു തെറാപ്പി ആയിട്ട് ഇന്ന് ലോകം അംഗീകരിച്ചു. മാഗ്നറ്റിക് തെറാപ്പി, ഇലക്ട്രോമാഗ്നറ്റിക് തെറാപ്പി, ബയോമാഗ്നറ്റിക് തെറാപ്പി ഇന്ന് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളില് ഒരു ആൾട്ടർനേറ്റീവ് സംവിധാനമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് നോൺ ഇൻവേസീവ് ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പി എന്നുള്ളതാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാതെ, സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ, ഒരു തരത്തിലുള്ള കോൺട്രാഇൻഡിക്കേഷനുകളും ഇല്ലാതെ ശരീരത്തിന് ഹീലിംഗ് കൊടുക്കാൻ കഴിയുന്ന ഒരു തെറാപ്പി സിസ്റ്റമാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. അതിലെ ഉപയോഗപ്പെടുത്തുന്ന നമ്മുടെ ഡിവൈസുകളിലെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ജൈവകാന്തത്തിന്റെ പേരാണ് നിയോഡൈമിയം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് തന്നെ കുഴിച്ചെടുക്കുന്ന നാച്ചുറൽ മാഗ്നറ്റ് ആണ് നിയോഡൈമിയം. ഇത് വെയിറ്റ് കുറവാണ്, ഗോസ് പവർ വളരെ കൂടുതലാണ്. മെഡിക്കൽ പർപ്പസിനും ഹെൽത്ത് പർപ്പസിനും ഇന്ന് ലോകത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റ് ആണ് നിയോഡൈമിയം. ഈ ശ്രേണിയിലെ നമ്മുടെ ആദ്യത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിന്റെ മാട്രസ് പാഡും പില്ലോ പാഡുമാണ്. നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് മാട്രസ് പാഡ് വിരിക്കുക. ഈ മാട്രസ് പാഡിനകത്ത് 90 നിയോഡൈമിയം, ചെറിയ സൈസിലുള്ള 90 നിയോഡൈമിയം മാഗ്നറ്റ് നോർത്ത് പോൾ സൗത്ത് പോൾ, നോർത്ത് പോൾ സൗത്ത് പോൾ എന്നുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പില്ലോ പാഡ് ഉണ്ട്, തലയ്ക്ക് വെക്കാനുള്ള പില്ലോ പാഡ് ഉണ്ട്. അതിനകത്ത് 20 മാഗ്നറ്റ് ഉണ്ട്. ഇത് നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് വിരിക്കുകയും അതിന്റെ മുകളിൽ കനം കുറഞ്ഞൊരു ബെഡ്ഷീറ്റ് ഇടുകയും പില്ലോ പാഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പില്ലോക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക, മുകൾ ഭാഗത്തായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ കിടക്കുക. 6 7 8 മണിക്കൂർ നമ്മൾ ഇതിനകത്ത് കിടക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമുള്ളൊരു മാഗ്നറ്റിക് എനർജി ഉണ്ട്. ആ മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്നായിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ അത് ഗുണകരമായി വർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ മാഗ്നറ്റിക് മാട്രസ് പാഡിന്
ഇൻസോമിയ എന്നാണ് അതിന് പറയുന്നത്. ഇൻസോമിയ എന്ന് പറയാനുള്ള കാരണം ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഗംഭീരമായിട്ട് റിസൾട്ട് കൊടുക്കുന്നു. സുഖമായിട്ട് ഉറങ്ങുന്നു. ബോഡി പെയിൻ കുറയ്ക്കുന്നു, പെയിനുകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു, ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഒരു ബയോമാഗ്നറ്റിക് മാട്രസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജറ്റിക് ആയിട്ട് എണീക്കാൻ നമുക്ക് കഴിയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫങ്ഷനുകളെ നോർമലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഒപ്റ്റിമൽ ഹെൽത്ത് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നു. ഇതിന് സപ്പോർട്ടീവ് ആയിട്ടൊരു ബ്ലാങ്കറ്റ് കൂടിയുണ്ട്. ബ്ലാങ്കറ്റ് നമുക്ക് പുതയ്ക്കാനുള്ള ബ്ലാങ്കറ്റ് ഇതുകൂടി ഉപയോഗിക്കുമ്പോൾ ഇതിനെയാണ് ഫുൾ തെറാപ്പി. മാഗ്നറ്റിക് തെറാപ്പിയിലെ ഫുൾ തെറാപ്പി എന്ന് പറയുന്നത് ഈ ബ്ലാങ്കറ്റ് കൂടി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമാണ്. ഇത് ഏതെങ്കിലും രോഗമുള്ള ആളുകൾക്ക് മാത്രമാണോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അല്ല, ഇത് എല്ലാ മനുഷ്യർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ഒരു ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ നിന്ന് നമുക്ക് നൈസർഗികമായി കിട്ടേണ്ട ഒരു ഔട്ട്സൈഡ് എനർജിയാണ് മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അത് നേരിട്ട് കിട്ടുന്നില്ല. അതിന്റെ കാരണം നമ്മളൊക്കെ ചെരുപ്പ് ഉപയോഗിക്കുന്നു, ഷൂ ഉപയോഗിക്കുന്നു. ഇങ്ങനെ നമ്മൾ ആ കണക്ഷൻ മണ്ണുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കം ഇല്ലാതായതോട് കൂടിയിട്ട് ഇതിന്റെ കുറവ് നമ്മുടെ ശരീരത്തിലുണ്ട്. ആ കുറവിനെ ഒരു ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ കുറവ് പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നു. അത് ഉപയോഗിച്ച ആളുകളോട് ചോദിക്കുമ്പോഴാണ് അതിന്റെ ഗുണം നമുക്ക് മനസ്സിലാക്കുക. ഈ ഉൽപ്പന്നം ഉപയോഗിക്കാത്ത ഒരാളോട് ഇതിന്റെ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വസ്തു മനസ്സിലാവില്ല. അവർക്ക് ഇതിന്റെ ABCD അറിയില്ല. കാന്തക്കിടക്ക എന്നൊക്കെ പറയുന്ന പരിഹസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. വിവരമില്ലായ്മ എന്ന് മാത്രമേ ഇതിനൊക്കെ പറയാൻ കഴിയുള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, പഠിക്കണം. അതിന്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് പഠിക്കണം. അപ്പോഴാണ് അതിന്റെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോ അങ്ങനെ ഇതിനെക്കുറിച്ച് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടും മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ടിട്ട്. ലക്ഷക്കണക്കിന് ലിങ്ക് വെബ്സൈറ്റുകളിലൂടെ നമുക്കിത് അറിയാൻ കഴിയും. ഇന്ന് ഇന്ത്യയിൽ പോലും മാഗ്നറ്റിക് തെറാപ്പിയുടെ ഡിപ്ലോമ, അതുപോലെ തന്നെ മാസ്റ്റർ ഡിപ്ലോമ കോഴ്സുകളൊക്കെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ വരെയുണ്ട്. അപ്പൊ ഇതൊരു നാച്ചുറോപ്പതിയുടെ ഭാഗമായിട്ടൊരു നോൺ ഇൻവസീവ് ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പിയാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു സൈഡ് എഫക്റ്റുകളും ഇല്ല. നമ്മുടെ ശരീരത്തിന് അനുഗുണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നു. ഏത് പ്രായക്കാർക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നു. ഇതില് പുറമെ ബയോമാഗ്നറ്റിന്റെ റിസ്റ്റ് ബാൻഡും അതുപോലെ തന്നെ ബയോമാഗ്നറ്റിന്റെ ബ്രേസ്ലെറ്റും നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കാരണം രാത്രി കാലങ്ങളിൽ മാത്രമാണ് നമ്മൾ മാട്രസ് പാഡ് യൂസ് ചെയ്യുന്നത്. പകൽ സമയത്ത് മാഗ്നറ്റിക് പവർ നമ്മുടെ ശരീരത്തിൽ കിട്ടാനും സർക്കുലേഷനെ പ്രോപ്പർ ആക്കാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ റിസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത്. റിസ്റ്റിൽ കെട്ടുന്ന ഒരു ബാൻഡാണ്. 33 ചെറിയ മാഗ്നറ്റ്, നിയോഡൈമിയം മാഗ്നറ്റ് അതിനകത്തുണ്ട്. നമ്മുടെ ശരീരത്തിലെ പെയിന് കുറയ്ക്കാൻ, ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഒക്കെ തന്നെ അത് സഹായിക്കുന്നുണ്ട്. BP നോർമലാക്കാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. എത്രയോ ആളുകൾക്ക് BP നോർമൽ ആയിട്ടുള്ള ആളുകൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് BP നോർമൽ ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ BPക്ക് വർഷങ്ങളായിട്ട് ഗുളിക കഴിച്ചിരുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തലവേദന, ഹെഡേക്ക്, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ റിസ്റ്റ് ബാൻഡ് തലയിൽ നെറ്റിയിൽ കെട്ടിയതിനു ശേഷം മൈഗ്രെയിൻ മാറിയിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കൊരു അതിശയോക്തിയായിട്ട് നമുക്കിത് തോന്നാറുണ്ട്. പല ആളുകളും തമാശ രൂപത്തിലും അതല്ലെങ്കിൽ കളിയാക്കുന്ന രൂപത്തിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. ഒരു റിസ്റ്റ് ബാൻഡ് തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തലവേദന മാറുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഇതൊരു പ്ലാസിബോ എഫക്റ്റ് ആണ്. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ തോന്നലിൽ നിന്നുണ്ടാകുന്ന ഒരു റിസൾട്ട് ആണ് എന്നൊക്കെ പറയാറുണ്ട്. തോന്നലിൽ നിന്നുള്ള റിസൾട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ചോദിക്കേ, അപ്പോ നമുക്കൊരു ചിരിയാണ് വരാറുള്ളത്. എനിക്ക് അനുഭവമുണ്ട്. മഞ്ചേരിയിലെ ഒരു മിനി മാഡം, അവർക്ക് ഷുഗർ അധികമായിട്ട് കാല് മുറിച്ച് കളയണം എന്ന് പറയുന്ന ഒരു കേസിൽ അവർ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയും ഒരു 3 മാസക്കാലത്തിന് ശേഷം ആ മുറിവ് ഉണങ്ങുകയും, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് ഇനി ആ കാല് കൊണ്ട് നടക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അങ്ങോട്ട് മരിച്ചു പോയ കാല് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് കളയണം. പുഴുവരിച്ചിട്ടുള്ള കാലായിരുന്നു, കട്ട് ചെയ്ത് കളയണം എന്നാ പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോലും ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിച്ച് ആ മുറിവ് ഉണങ്ങിന്നും ആ കാലുകൊണ്ട് അവർ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ പ്ലാസിബോ എഫക്റ്റ് ആകും? അപ്പൊ ഇത് പല ആളുകളുടെ അറിവില്ലായ്മ അത് ഒരു മഹത്വമായി കാണുന്ന കുറെ ആളുകളുണ്ട്. അക്കൂട്ടരോട് നമുക്ക് ഒരു സഹതാപം മാത്രമേ ഉള്ളൂ. ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഓക്കെ
ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവജ്ഞാനമാണ് ഇന്നും ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഹെവി ആയിട്ട് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബയോമാഗ്നറ്റിന്റെ ഈ ബ്രേസ്ലെറ്റ്, അതുപോലെ തന്നെ റിസ്റ്റ് ബാൻഡ്, അത് കെട്ടുന്നത് ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ്. കുഴഞ്ഞു വീണ മരണങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന പലതരത്തിലുള്ള പിന്നെ അക്യൂട്ട് പ്രോബ്ലംസിനൊക്കെ തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ്ഫുൾ ആണ്, വളരെ യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിന്റെ വാട്ടർ എനർജി പാഡാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളക്കുപ്പിയുടെ മുകളിൽ റാപ്പ് ചെയ്യുന്ന ബയോമാഗ്നറ്റിന്റെ ഒരു പാഡാണ്. ഇത് വെള്ളത്തെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, അതിന്റെ ഡെൻസിറ്റിയിൽ കുറവ് വരുത്താൻ സഹായിക്കുന്നു, വെള്ളത്തിന്റെ കനം അതല്ലെങ്കിൽ വിസ്കോസിറ്റി കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വെള്ളം കുടിക്കുമ്പോൾ വളരെ ക്വിക്കായിട്ട് ഇത് അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ശരീരം വളരെ പെട്ടെന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഒരു ഹ്യൂമൻ ബോഡി എപ്പോഴാണോ ഡീഹൈഡ്രേറ്റഡ് ആകുന്നത് ആ സമയത്ത് ആ ശരീരത്തിൽ ഡിസ്ഫങ്ഷനുകൾ കൂടുമെന്നുള്ളതാണ്, ഡിസോർഡറുകൾ കൂടുമെന്നുള്ളതാണ്. ബോഡിയുടെ മെറ്റാബോളിസം, കാറ്റബോളിസം, അനാബോളിസം പോലുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അളവിലും അനുപാതത്തിലും വെള്ളം വേണം എന്നുള്ളതാണ്. ശരീരത്തിലെ വെള്ളം 70% വെള്ളമാണ് നമുക്കറിയാം ശരീരത്തിൽ. അങ്ങനെ ആ വെള്ളത്തിന്റെ പിന്നെ ബാലൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശരീരത്തിന് ഡീടോക്സിഫിക്കേഷൻ കാര്യക്ഷമമായി നടക്കാതെ വരും. ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനം. ശരീരത്തിനകത്ത് ഒരുപാട് ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിനകത്ത്, അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ജൈവരാസ പ്രവർത്തനങ്ങൾ. ഇതിന്റെ ഫലമായിട്ട് ഒരുപാട് രാസമാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അമോണിയ, യൂറിയ പോലുള്ള പദാർത്ഥങ്ങൾ, യൂറിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് പോലുള്ള പദാർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രോട്ടീൻ ഡീകമ്പോസ്ഡ് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യങ്ങൾ മുഴുവനും യൂറിനിലൂടെയും മോഷനിലൂടെയും വിയർപ്പിലൂടെയും ഒക്കെ തന്നെ പുറന്തള്ളപ്പെടണം. ഇത് കാര്യക്ഷമമായി നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കണം എന്നുള്ളതാണ്. വെള്ളം കുടിക്കാതെ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ഒരു ശരീരത്തിന്റെ ഭാരത്തിനനുസരിച്ച് പ്രോപ്പറായിട്ട് നോർമൽ വാട്ടർ, ഭൂമി നമുക്ക് തരുന്ന വെള്ളം, അതിനാണ് ജീവസ്വലതയുള്ളൂ, അതിനാണ് ജീവജലം എന്ന് പറയുന്നത്. വെള്ളത്തെ കൊന്നു കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇന്നിപ്പോ വെള്ളത്തെ നമ്മൾ കൊന്നു കുടിക്കുമ്പോൾ അത് ഡെഡ് വാട്ടറാണ്, അതിനകത്ത് മിനറൽ സാന്നിധ്യമില്ല, അതുപോലെ തന്നെ അതിന്റെ ജീവസ്വലത നഷ്ടപ്പെടുന്നു. അപ്പൊ ജീവനുള്ള വെള്ളം, നോർമൽ വാട്ടർ, വാം വാട്ടർ അല്ല, നമ്മള് പിന്നെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന റോ വാട്ടർ നമ്മൾ കുടിക്കുമ്പോൾ അതിന് ഒരുപാട് മെഡിസിനൽ എഫക്റ്റ് ഉണ്ട്. അതൊരു യൂണിവേഴ്സൽ മെഡിസിൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ വെള്ളത്തിന് സാധ്യമാകുന്നുണ്ട്. ഇത് മാഗ്നറ്റൈസ് ചെയ്യുന്ന സമയത്ത് സാധാരണ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ഒരു 20% ഗുണം ചെയ്യുന്നതെങ്കിൽ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമുക്ക് 80% ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് മാഗ്നറ്റൈസ്ഡ് വാട്ടറിലേക്ക് മാറിയിട്ടുള്ള അത് ഉപയോഗിക്കുന്ന ആളുകളോടൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ. അസിഡിറ്റി പ്രോബ്ലം കുറഞ്ഞിട്ടുണ്ടായിരിക്കും, റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, ദഹനം മെച്ചപ്പെട്ട രീതിയിലായിട്ടുണ്ടായിരിക്കും, മോഷൻ കറക്റ്റ് ആയിരിക്കും, പെയിനുകൾ ശരീരത്തിൽ വളരെ കുറവായിരിക്കും, കാഴ്ചയിലും വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും, സ്കിൻ ഡിസീസുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും, ഹെഡേക്ക്, മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ, സൂര്യാവർത്തം പോലുള്ള തലവേദനകളെ ഇല്ലാതാക്കാൻ സഹായിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ കരിയാവരണങ്ങൾ, ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങാൻ സഹായിച്ചിട്ടുണ്ടായിരിക്കും, ഇൻഫ്ലമേഷൻ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഗുണങ്ങള് ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ് ചുറ്റിയിട്ടുള്ള വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യക്ഷത്തിലൂടെ അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതൊരു പവർഫുൾ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരീരത്തിന് 2 കാര്യങ്ങളാണ് ആന്റി ഏജിങ്ങിന് സഹായിക്കുന്നത്. ഒന്ന്, സുഖമായി ഉറങ്ങുക എന്നുള്ളത്. 2, ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത്. ഇത് രണ്ടും ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്ന ധാർമ്മികതകളിൽ ഒന്നാണ്. വെള്ളം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരീരത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കാത്ത ആളുകളിൽ വരുന്ന രോഗങ്ങൾ, പലതരത്തിലുള്ള ഡിസോർഡറുകൾ, ഡിസ്ഫങ്ഷനുകളൊക്കെ വരുമ്പോൾ വേഗം ഡോക്ടറെ അടുത്ത് പോകും. പിന്നെ രാസൌഷധങ്ങൾ കഴിക്കാൻ തുടങ്ങും, മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങും. മരുന്ന് കഴിക്കാൻ ഒരു മടിയില്ലാത്ത ആളുകളാണ് നമ്മുടെ മലയാളികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ചെലവാകുന്ന സ്റ്റേറ്റ് കൂടിയാണ്
കേരളം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഒരു അറിവിന്റെ നോളജിന്റെ ഒരു അളവ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ചെലവാകുന്ന സ്റ്റേറ്റുകളിൽ ഒന്നായിട്ട് കേരളം മാറുമ്പോൾ 22,000 കോടിയുടെ മരുന്നാണ് ഒരു വർഷം മലയാളി കഴിച്ചു തീർക്കുന്നത്. അതിന്റെ 1/6 മതി ഇവിടുത്തെ ഭക്ഷണം കഴിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ മരുന്നിന് അടിമപ്പെട്ടിട്ട് മരുന്ന് കഴിക്കാൻ മടിയില്ലാതെ നമ്മുടെ ഇന്റേണൽ ഓർഗാൻസിനെ, ലിവർ, കിഡ്നി ഇതുപോലുള്ള ഇന്റേണൽ ഓർഗൻസിനെ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായിട്ട്, വിവരമില്ലാത്ത ഒരു ജനതയായിട്ട് മാറുന്നു. മരുന്ന് കഴിക്കുന്നവരൊക്കെ വിവരമില്ലാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മരുന്നുകൾ കഴിക്കണം. അതിൽ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ, നിവൃത്തിയില്ലാത്ത സമയങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സംവിധാനമാണ് മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ആരോഗ്യം നിലനിർത്താനുള്ള പ്രകൃതിദത്തമായ സംവിധാനങ്ങളെ മാക്സിമം പ്രയോജനപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഉൽപ്പന്നമാണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ നമുക്ക് തരുന്ന ഗുണം എന്ന് പറയുന്നത്. നിവൃത്തിയില്ലാത്ത സമയത്ത് മരുന്ന് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മൾ കഴിക്കേണ്ടി വരും. നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഘട്ടം വരുന്ന സമയത്ത്, അല്ലാതെ അനാവശ്യമായിട്ട് വെറുതെ ഒരു ചെറിയ വേദന വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പനിക്കാൻ വരുന്നു എന്ന് തോന്നുമ്പോഴേക്ക് തന്നെ പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലഘട്ടം മുതലാണ് നമ്മൾ ചെറിയ പനിക്കൊക്കെ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കണ്ട എന്നുള്ളത് നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയത്. അതുവരെയും എന്ത് വന്നാലും, ഒരു ചെറിയ പനി വന്നാലും ആന്റിബയോട്ടിക് കഴിക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നു. ഇതിപ്പോ അടുത്ത കാലത്താണ് ഈ മാറ്റം വന്നിട്ടുള്ളത്. ഈ ബാക്ടീരിയലും വൈറലും ഒക്കെ ആയിട്ടുള്ള രോഗങ്ങളുണ്ടല്ലോ, ബാക്ടീരിയൽ ഇൻഫെക്ഷനുകളൊക്കെ ആന്റിബയോട്ടിക്കുകൾ കഴിക്കണം എന്നുള്ളതും, വൈറൽ അറ്റാക്കുകൾക്ക് അങ്ങനെ ആന്റിബയോട്ടിക് കഴിക്കരുത് എന്നുള്ളതുമാണ് ഇപ്പോഴാണ് അത് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ എത്ര കാലം വൈറൽ അറ്റാക്കിനൊക്കെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ വൈറൽ അറ്റാക്കിനും ആന്റിബയോട്ടിക്കുകളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് മാറി. ഇപ്പോഴാണ് അതിന്റെ ബോധോദയം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഈ രാസൌഷധങ്ങൾ ചെന്നിട്ട് ഉണ്ടാക്കുന്ന സൈഡ് എഫക്റ്റുകൾ എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുഗുണമായിട്ടുള്ള ഒന്നാണ്, ഒരു യൂണിവേഴ്സൽ മെഡിസിൻ ആണ് വെള്ളം എന്നുള്ളത് മനസ്സിലാക്കുക. 20 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള കണക്കിൽ നമ്മൾ വെള്ളം കുടിച്ച് ശീലിക്കുക. എംപ്റ്റി സ്റ്റൊമക്കിൽ നമ്മൾ വെള്ളം കുടിച്ച് ശീലിക്കുക. ശരീരത്തിന് ആവശ്യമുള്ള അത്ര വെള്ളം അളവിലും അനുപാതത്തിലും നമ്മൾ നോർമൽ വാട്ടർ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്ത് കുടിക്കുക. അത് നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷനെ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്നു. ബ്ലഡിന്റെ വിസ്കോസിറ്റി നോർമലാക്കി ബ്ലഡിന് ഈസി ഫ്ലോയിങ് ഫ്ലൂയിഡിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് സഹായിക്കുന്നു. വേറൊരു കാര്യം, ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴങ്ങളിലൂടെയും പച്ചക്കറികളിലൂടെയും ഫുഡ് ഐറ്റംസിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്ന ഒരുപാട് പോയിസണുകളും കെമിക്കൽ പദാർത്ഥങ്ങളും ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമായിട്ട് കിടക്കും. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കലുകളുടെയും പോയിസണുകളുടെയും അക്യുമുലേഷനാണ്. ഈ അക്യുമുലേഷനെ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിന് പുറന്തള്ളാൻ സഹായിക്കും മാന്യമായി വെള്ളം കുടിച്ചാൽ. ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഒരു മാന്യത കൊടുക്കണം. മാന്യമായി നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ബയോമാഗ്നിഫിക്കേഷൻ പൂർണ്ണമായിട്ടൊന്നും പോകില്ല, ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിന് പുറന്തള്ളാൻ അത് നമ്മുടെ ശരീരത്തിനെ സഹായിക്കും. അതുകൊണ്ട് മാഗ്നറ്റൈസർ വാട്ടർ കുടിച്ച് ശീലിക്കുക എന്നുള്ളത് കൂടി പറയുന്നു. പിന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ കണക്ക് പ്രകാരം പെട്ടെന്നുള്ള മരണം കൂടി എന്നുള്ളത് നമ്മളൊക്കെ വായിച്ചതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ 20% ആളുകൾക്ക് ഹൃദ്രോഗ സാധ്യത ഉള്ള ആളുകളാണ് എന്നുള്ളത് NCRB തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുഴഞ്ഞു വീണ മരണങ്ങൾ നടക്കുന്ന സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ബ്ലഡ് റിലേറ്റഡ് ആണ്. ഇത് പക്ഷാഘാതമാണെങ്കിലും ഹൃദയാഘാതമാണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും സ്ട്രോക്ക് ആണെങ്കിലും രണ്ടും ബ്ലഡ് റിലേറ്റഡ് ആണ്. രക്തത്തിന്റെ ഒഴുക്കിന്റെ സഞ്ചാരത്തിന്റെ ബ്ലോക്ക് കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ മരണങ്ങൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതിനൊരു പ്രതിവിധിയാണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ. അതിനുള്ള 100% പ്രതിവിധി എന്നാണല്ല ഞാൻ പറയുന്നത്. ഒരു പരിധി വരെ ഇതുപോലുള്ള ബ്ലഡ് റിലേറ്റഡ് പ്രശ്നങ്ങളുടെ രൂക്ഷത, സങ്കീർണത കുറയ്ക്കുവാൻ നമ്മുടെ പ്രോഡക്റ്റുകൾ കൃത്യമായി യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു വർഷത്തിനിടെ കുഴഞ്ഞു വീണ് മരിച്ചത്, ഇത് തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒരു റിപ്പോർട്ടാണിത്. 573 പേരെന്ന്. 40 വയസ്സിന് താഴെയുള്ള ആളുകളിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അതിൽ വലിയൊരു വിഭാഗം ആളുകളാണ്. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രോഡക്റ്റ് എന്തിന് നമ്മൾ യൂസ് ചെയ്യണം?
നേരത്തെ ചോദിച്ച ആളുകളുണ്ടല്ലോ, എന്തിനാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, രോഗം വന്നിട്ട് ചികിത്സിച്ചാൽ പോരെ, അതിനു മുമ്പ് നമ്മൾ എന്തിനാ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, അതിന് മുമ്പ് ഈ റിസ്റ്റ് ബാൻഡ് എന്തിനു കെട്ടണം, അതിന് മുമ്പ് എന്തിനാ ഈ മാട്രസ് പാഡ് ഉപയോഗിക്കണം, അതിന് മുമ്പ് എന്തിനാ വാട്ടർ എനർജി പാഡ് ചുറ്റിയിട്ടുള്ള മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കണം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, ഈ കുഴഞ്ഞു വീണ മരണങ്ങളിൽ ഡോക്ടർമാര് പോലും അവർക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കാണിക്കുന്ന റൈറ്റിലുള്ള രണ്ടുപേരും ഡോക്ടർമാരാണ്. ഒരാൾ കാർഡിയോളജിസ്റ്റ് ആണ്, അതുപോലെ ഒരാൾ ന്യൂറോളജിസ്റ്റ് ആണ്. ഈ രണ്ടുപേരും മരിച്ചത് അറ്റാക്ക് വന്നിട്ടാണ്. ഇവർക്ക് പോലും ബോഡിയിൽ ഒരു സിംറ്റംസ് കാണിച്ചില്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഒരു ഒരു ശരീരവും ഒരു 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 ചെറിയ തെളിവ് പോലും കൊടുക്കാതെ സഡൻ ഡെത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ എത്രയോ ഡോക്ടേഴ്സിന് നമുക്കറിയാൻ പറ്റും. ഈ അടുത്ത കാലത്ത് നമുക്കറിയാലോ, ചെന്നൈയിലെ ഒരു ഡോക്ടർ 40 വയസ്സിന് താഴെയുള്ള 30 വയസ്സിന് താഴെയുള്ള ഒരു ഡോക്ടറാണ്. അദ്ദേഹം പോലും ഹോസ്പിറ്റലിലെ റൗണ്ട്സിന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഒരു 100 മീറ്റർ അപ്പുറത്തിന് സുസജ്ജമായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്ററുള്ള ഒരു ആശുപത്രിയിലെ ഡോക്ടർ പോലും കുഴഞ്ഞു വീണ മരണത്തിന് കാരണമാകുന്നുവെങ്കിൽ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ കൂടുതൽ വിജിലന്റ് ആവേണ്ടിയിരിക്കുന്നു, നമ്മൾ ഒരുപാട് പ്രിവെൻഷനുകളും പ്രിക്കോഷനുകളും എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പുച്ഛിക്കാനും പരിഹസിക്കാനും അല്ല, ഇത് കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കോവിഡിന് ശേഷം ആഗോള ആയുർദൈർഘ്യത്തിൽ 2 വർഷം കുറഞ്ഞു എന്ന് പറഞ്ഞത് ഞാനല്ല, ലോകാരോഗ്യ സംഘടനയാണ്. മനുഷ്യായുസ് ഒരു ദശാബ്ദത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം അത്രത്തോളം നമ്മുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ എത്രയോ ആളുകൾ താൻ എന്തിനു വേണ്ടി മരിക്കുന്നു എന്ന് പോലും അറിയാതെ സഡൻ ഡെത്തിന് വിധേയരായിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത 5 കൊല്ലം കൊണ്ട് ഇത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള മരണനിരക്കിന്റെ ഇരട്ടിയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെയാണ് ഇതുപോലുള്ള നാച്ചുറൽ റെമഡീസിന്റെ ആവശ്യകത വരുന്നത്, ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വരുന്നത്. ഇവിടെ നമ്മുടെ തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത് എനിക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കുറെ ആളുകളെ കാണാൻ പറ്റും, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, പിന്നെ അധ്യാപികമാര്, ഇങ്ങനെയുള്ള കുറെ ആളുകൾ. ഇവരൊക്കെ ഒരു നിമിഷത്തിൽ കുഴഞ്ഞു വീണ് മരിച്ച ആളുകളാണ്. ഒന്ന് നോക്കൂ, 44 വയസ്സുള്ള ഒരു മഞ്ജു വൈക്കം എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതുപോലെ തന്നെ ഒരു ക്ലാസ് എടുക്കുന്നതിലൂടെ അധ്യാപിക കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഈ ഒരു ഫീൽഡിൽ ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ആളുകളോട് പറയുന്ന സമയത്ത് ഏറ്റവും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അധ്യാപകരാണ്. എനിക്ക് അവരോട് നല്ല റെസ്പെക്ട് ഉണ്ട്, അധ്യാപകരോട് നല്ല റെസ്പെക്ട് ഉണ്ട്. പക്ഷെ അധ്യാപകർക്ക് അവർക്ക് മാത്രമേ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവരമുള്ളൂ എന്നുള്ളൊരു ധാരണയുള്ള ആളുകൾ കൂടിയാണ് ഈ അധ്യാപകർ എന്ന് പറയുന്നത്. അതൊന്നൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ പറയുമ്പോൾ അവർക്കൊരു ഒരു ഒരു കളിയാക്കലും ഒരു ചിരിയൊക്കെയാണ് അവർക്ക്. പക്ഷെ അധ്യാപകർ പോലും ഇതുപോലുള്ള കുഴഞ്ഞു വീണ മരണത്തിന് വിധേയരാകുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു ഗുണം കിട്ടുന്നുവെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ കളിയാക്കലുകളല്ല വേണ്ടത്, നമ്മൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നോക്കൂ, 24 വയസ്സുള്ള കുട്ടികൾ, ജീവിതം എന്താണെന്ന് പോലും മനസ്സിലാകാത്ത പിന്നെ കുട്ടികളാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹസിന് 24 വയസ്സ്, MBBS വിദ്യാർത്ഥിനി ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. വടകര പിന്നെ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. പെട്ടെന്ന് വളരെ സഡനിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാഡ്ലിൻ റോയ് എന്ന് പറയുന്നത് ഡോക്ടറാണ്, ആശുപത്രിയിൽ റൗണ്ട്സിനിടയിലാണ് ഹൃദയാഘാതം സംഭവിച്ചത്. ഒപ്പം 3 ഡോക്ടർമാരുണ്ടായിരുന്നു, അവർക്ക് പോലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പൊ CPR എല്ലാം കൊടുത്തു. ഒരു 100 മീറ്റർ അപ്പുറത്ത് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോയി എന്ത് കൊടുത്തിട്ടും ആ ഒരു സെക്കൻഡിൽ മരണം സംഭവിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഓരോ ദിവസവും ഇതുപോലുള്ള റിപ്പോർട്ടുകൾ എത്ര എൻ്റെ കയ്യിൽ 250-ൽ പരം റിപ്പോർട്ടുകളുണ്ട്. ഇത് നോക്കി നോക്കൂ, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കുഴഞ്ഞു വീണ് മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 4ാം ക്ലാസ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. ഇപ്പൊ 14 വയസ്സുള്ള ഒരു കുട്ടി, ഇന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട്, അമൽ എന്ന് പറയുന്ന ഒരു കുട്ടി. അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയിലും 33 വയസ്സുള്ള ഒരു ലേഡി. ഇവരൊക്കെ സഡൻ ഡെത്തിന് ഒരാഴ്ച മുമ്പാണിത്. ചാരുമൂട് പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട്, പ്രാദേശിക കോൺഗ്രസ് നേതാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആളുകൾ കുത്തിവരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വെറുതെ ഒരു കാര്യമില്ലാതെ കുത്തിവരച്ചുകൊണ്ടിരിക്കുകയാണ്.
അതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പൊ ഹൃദയാഘാതം 10ാം ക്ലാസ് വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലുള്ള റിപ്പോർട്ടുകൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഹാർട്ടിന് വരുന്ന ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ മൈക്രോ ബ്ലോക്കുകൾ, ശരീരത്തിലെ ജലലഭ്യതയുടെ കുറവ്, ഡിഹൈഡ്രേഷൻ ആകുന്ന അവസ്ഥ, ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടുന്ന അവസ്ഥ, പല കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം. മയോകാർഡൈറ്റിസ്, പെരികാർഡൈറ്റിസ്, എൻഡോകാർഡൈറ്റിസ് പോലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ കുഴഞ്ഞു വീണ് മരണത്തിന് കാരണമാകുന്നു. ഇവിടെയാണ് നമ്മളൊരു ആരോഗ്യ അവബോധത്തിന്റെ ആവശ്യകത വരുന്നത്. അതിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്, വെള്ളം കുടിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മൾ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളാണെങ്കിൽ, അടുത്തൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ നമ്മുടെ കമ്പനിയിലെ വളരെ വിശേഷപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് മണിരായയുടെ ഷിലാജിത്ത് റെസിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. ഷിലാജിത്ത് റെസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷിലാജിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മലയാളം കന്മദം എന്നാണ് ഇതിന്റെ മലയാളം വരുന്നത്. ഷിലാജിത്ത് എന്ന് പറഞ്ഞാൽ കന്മദം എന്നുള്ളതാണ്. ഇത് ആയുർവേദിക് അഡപ്റ്റോജൻ ഫോർ ആന്റി ഏജിങ് ആൻഡ് ഇമ്മ്യൂൺ പവർ, അതായത് ആയുർവേദത്തിലെ അഡപ്റ്റോജൻ വിഭാഗത്തില്, അഡപ്റ്റോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അഡപ്റ്റോജൻ എന്ന് പറഞ്ഞ ശരീരത്തിലെ ശരീര സമ്മർദ്ദം, ക്ഷീണം, അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം എന്നിവയിൽ നിന്നും സാധാരണ നിലയിലേക്ക്, ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയും, കൊണ്ടുവരാൻ സഹായിക്കുന്ന വിഭാഗം ഔഷധങ്ങളെയാണ് വിഭാഗം വരുന്ന ഈ ഔഷധങ്ങളൊക്കെയാണ് നമ്മൾ അഡപ്റ്റോജൻ എന്ന് പറയുന്നത്, അഡപ്റ്റോജനിക് ഏജന്റുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള കഴിവിനെ ഈ അഡപ്റ്റോജനുകൾ വർദ്ധിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഷിലാജിത്ത് എന്ന് പറയുന്നത്. ഷിലാജിത്ത് ആണെങ്കിൽ കന്മദം. അപ്പൊ ഷിലാജിത്ത് എവിടെ നിന്നാണ് എടുക്കുന്നത്? ഷിലാജിത്ത് ഒരു ഹെർബല്ല. ഇത് മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങളിൽ നിന്നോ ചെടികളിൽ നിന്നോ ഒന്നല്ല ഇത് എടുക്കുന്നത്. ഇത് പാറകളിൽ നിന്നാണ്. ഹിമാലയം പോലുള്ള പാറകളിൽ, ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 2000 അതുപോലെ തന്നെ 6000 മീറ്റർ ഉയരമുള്ള പാറകളില് ആണ് ഇതുണ്ടാകുന്നത്. ഇത് വേനൽക്കാലങ്ങളിൽ, ഏറ്റവും ചൂട് കൂടിയ സമയങ്ങളിൽ ആണ് ഇത് പാറകളുടെ ഇടയിൽ നിന്ന് പിന്നെ ഉണ്ടാകുന്നത്. ഒരു അർദ്ധഖര ദ്രാവക അവസ്ഥയിൽ, അർദ്ധഖര ദ്രാവകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ ദ്രാവകമാണോ അല്ല, എന്നാൽ ഖരാവസ്ഥയിലാണോ അല്ല, അങ്ങനെ അല്ലാത്തൊരു അവസ്ഥയിൽ നിന്നാണ്, അവസ്ഥയിൽ പാറയ്ക്ക് ഇടയിൽ നിന്ന് ഇത് പൊട്ടിവരുന്ന ഒരു വസ്തുവാണ് ഈ ഷിലാജിത്ത് എന്ന് പറയുന്നത്. ഇതിനെ മിനറൽ പിച്ച് എന്ന് അറിയപ്പെടുന്നുണ്ട്. മിനറൽ പിച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൽ ഹെവി ആയിട്ട് ഫുൾവിക് ആസിഡ് കണ്ടന്റ് ഇതിനകത്തുണ്ട്. മറ്റ് നിരവധി ധാതുക്കളും അതുപോലെ തന്നെ പദാർത്ഥങ്ങളും ഉണ്ട്. ഇത് സപ്ലിമെന്റ് ആയിട്ട് ഇപ്പൊ ഇന്ന് ഒരുപാട് കമ്പനികൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയും ഷിലാജിത്ത് റെസിൻ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സപ്ലിമെന്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യുൽപാദന ക്ഷമതയെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഇത് വളരെയധികം ഇത് ഉപകരിക്കും. ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം, എസ്പെഷ്യലി ഫോർ മെൻസ്. പുരുഷന്മാർക്ക് ഇത് കൂടുതൽ, ഇതിന്റെ ഫലം വളരെ കൂടുതലാണിത്. പ്രത്യുൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, ഇത് പ്രായമാകൽ പ്രക്രിയേനെ ഇതെന്ത് ചെയ്യുന്നു, വൈകിപ്പിക്കുന്നു. ഒരു ആന്റി ഏജിങ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോ ഷിലാജിത്ത് എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പോഷകങ്ങൾ, മിനറൽസുകളുടെ ഒരു കലവറയാണിത്. മിനറൽസ് എന്ന് പറഞ്ഞാൽ ധാതുക്കൾ. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ധാതുക്കളുടെ ആവശ്യമുണ്ട്. അപ്പൊ ആ ധാതുക്കളെ ഇത് പ്രദാനം കൊടുക്കുന്നു. അങ്ങനെ ധാതു സമ്പുഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഷിലാജിത്ത് എന്ന് പറയുന്നത്. ഷിലാജിത്ത് ശുദ്ധി ചെയ്ത ഷിലാജിത്ത് വേണം. ആയുർവേദം അത് വിധിക്കുന്നുണ്ട്. കന്മദം ശുദ്ധീകരിക്കണം. കാരണം ഇതിലെ ലെഡിലേക്ക് അംശമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശുദ്ധീകരിച്ചിട്ട് ഇത് നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നത്. അങ്ങനെ ശുദ്ധീകരിച്ചിട്ടുള്ള ഷിലാജിത്താണ് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇത് പൗഡർ ഫോമിലല്ല, ഇത് പൗഡർ ഫോമിലും ക്യാപ്സുൽ ഫോമിലും ദ്രാവക അവസ്ഥയിലൊക്കെ വരുന്നുണ്ട്. ഇതൊരു ലിക്വിഡ് ഫോമിലാണ് നമ്മൾ ഇറക്കുന്നത്. ലിക്വിഡ് എന്ന് പറയാൻ കഴിയില്ല, കട്ടിയുള്ള ഒരു ലിക്വിഡ് ഫോമിലാണ് ഇറക്കുന്നത്. 1 ഗ്രാമാണ് ഡെയിലി കഴിക്കേണ്ടത്. വെള്ളത്തിൽ ഇത് ലയിപ്പിച്ചിട്ട് കഴിക്കാം. ഇനി പാലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പാലിലും ഇത് ലയിപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ ധാരാളം ബയോ ആക്റ്റീവ് ഫുൾവിക് ആൻഡ് ഹ്യൂമിക് ആസിഡ് ഒക്കെ തന്നെ ഇതിനകത്ത് ഉണ്ട്. ഇംഗ്ലീഷിൽ ഇതിന് അസ്ഫാൾട്ടം എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത്. പിന്നെ ബ്ലാക്ക് ബിറ്റുമിൻ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ മിനറൽ പിച്ച് എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ ഞാൻ പറഞ്ഞു കന്മദം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് 4 തരത്തില് കന്മദം എടുക്കുന്നുണ്ട്. ഒന്ന്
ഈ പാറകളിൽ തന്നെ സ്വർണത്തിന്റെ കണ്ടന്റുള്ള പാറകളുണ്ട്. അപ്പൊ സ്വർണം അടങ്ങിയ പാറകളിൽ അതിനെ പിന്നെ ചർക്ക സംഹിത ശിലാജിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് എടുക്കുന്നുണ്ട്. പിന്നെ വെള്ളി അടങ്ങിയ പാറകളുണ്ട്, അതിനെ രജത ശിലാജിത്ത് എന്ന് പറയും. അങ്ങനെയുള്ള പാറകളിൽ നിന്ന് വരുന്ന ശിലാജിത്ത് ഉണ്ട്. ചെമ്പടങ്ങിയിട്ടുള്ള പാറകളുണ്ട്, അതിനെ താമ്രശിലാജിത്ത് എന്ന് പറയും. പിന്നെ ഇരുമ്പടങ്ങിയിട്ടുള്ള പാറകളുണ്ട്, അതിനെ ലോഹശിലാജിത്ത് എന്ന് പറയും. ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള പാറകളിൽ നിന്നാണ് ശിലാജിത്ത് എടുക്കുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള മിനറൽ കണ്ടന്റ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും, വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ലോ അൾഷിമേഴ്സ് പ്രോഗ്രഷൻ, നമ്മുടെ ശരീരത്തിൽ ഏജിങ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. മറവി രോഗവുമായി ബന്ധപ്പെട്ടുള്ള ഡിമെൻഷ്യ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതിന്റെ ആ പ്രോഗ്രഷൻ സ്ലോ ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ പുരുഷന്മാരിൽ സ്പേമിന്റെ കൗണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും, സ്പേം കൗണ്ട്. പിന്നെ ഈ സ്പേമിന്റെ അതിന്റെ ഒരു അളവ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മോട്ടിലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ കൊളസ്ട്രോൾ ലെവല് ലോ ചെയ്യാൻ വേണ്ടി സഹായിക്കും, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. റെഡ്യൂസ് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ മനം പെരുട്ടൽ, ഓക്കാനം, ക്ഷീണാവസ്ഥ ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കും. പിന്നെ ബൂസ്റ്റ് കൊളാജൻ സിന്തസിസ് എന്ന് പറയും. അതായത് കൊളാജൻ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന്റെ ഒക്കെ പിന്നെ ഹെൽത്തിന് വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് കൊളാജൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും. സ്കിന്നിന് ഒരു ആന്റി ഏജിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി സഹായിക്കും. പിന്നെ മെയിൻറ്റെയിൻ ബോൺ ഹെൽത്ത്, നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. പ്രിവെന്റ് അയൺ ഡെഫിഷ്യൻസി അനീമിയ, വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെക്കാൻ സഹായിക്കും. അയൺ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ സഹായിക്കുന്നു. പിന്നെ പ്രിസർവ് മസിൽ സ്ട്രെങ്ത്, മസിലുകൾക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കും. അപ്പൊ പേശി ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ ഇൻഹാബിറ്റ് വൈറൽ ആക്ടിവിറ്റി, ശരീരത്തിലേക്കുള്ള വൈറൽ പ്രവർത്തനങ്ങൾ, വൈറൽ അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഇതിനൊക്കെ തന്നെ ലഘൂകരിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. നല്ല ആരോഗ്യക്ഷമതയുള്ള പവർഫുൾ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും എനർജിയും സ്റ്റാമിനയും കൊടുക്കാൻ, ശരീരത്തിന്റെ ഓവറോൾ വൈറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെന്റൽ ക്ലാരിറ്റിയും ബ്രെയിൻ ഫംഗ്ഷനും പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു ആന്റി ഏജിങ് എഫക്റ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നതിന് വേണ്ടി, ഡീടോക്സിഫിക്കേഷൻ കാര്യക്ഷമമായി നടക്കുന്നതിന് വേണ്ടിയിട്ട്, ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, വെൽബീയിങ് നമ്മുടെ ശരീരത്തിന് ഒരു വെൽബീയിങ് ആയിട്ടുള്ള ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഷിലാജിത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ സൂമിൽ നമ്മൾ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളും ഷിലാജിത്തിനെയും കുറിച്ച് സംസാരിച്ചു. ഇത് രണ്ടും വളരെ ഗുണകരമാണ്. അപ്പൊ നമുക്കൊരു അടുത്തൊരു പ്രോഡക്റ്റുമായിട്ട് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കാണാം, സംസാരിക്കാം. ഇന്ന് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സന്തോഷവും സമൃദ്ധിയും ദീർഘായുസ്സും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണിരായ.